ഒഡീഷയിലെ ലവ് ജിഹാദ് തുറന്നുകാട്ടിയിരിക്കുകയാണ് മുസ്ലിം സ്ത്രീ. ഹിന്ദു പെൺകുട്ടികളെ വശീകരിക്കാൻ ഭർത്താവിന് 10 ലക്ഷം രൂപ നൽകിയെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒഡീഷയിലെ കേന്ദ്രപാത ജില്ലയിൽ നിന്നാണ് ലവ് ജിഹാദ് എന്ന ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നത്. തന്റെ ഭർത്താവ് അവിവാഹിതനായി അഭിനയിച്ച് 10 ലക്ഷം രൂപയ്ക്ക് ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളാണ് മുസ്ലിം സ്ത്രീ ആരോപിക്കുന്നത്. ഹിന്ദു സ്ത്രീകളുടെ ഓരോ വിവാഹത്തിനും മുസ്ലിം സംഘടനകൾ 10 ലക്ഷം രൂപ തന്റെ ഭർത്താവിന് വാഗ്ദാനം ചെയ്തിരുന്നതായും 2 ഹിന്ദു സ്ത്രീകളെ ഈ രീതിയിൽ വശീകരിച്ച് വിവാഹം കഴിച്ചതിലൂടെ അയാൾ ആകെ 20 ലക്ഷം രൂപ സമ്പാദിച്ചതായും അവർ ആരോപിക്കുന്നു. അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രപാത പോലീസ് ഇപ്പോൾ കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 2020 സയ്യിദുദ്ദീൻ ഖാനുമായി താൻ വിവാഹിതയായതായി ഫരീദ ഖാത്തൂൻ എന്ന സ്ത്രീ പരാതിയിൽ പറയുന്നുണ്ട്. തങ്ങൾക്ക് ഒരു കുട്ടിയുണ്ടെന്നും ആ കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം അയാൾ അവളെ ഉപേക്ഷിച്ചു പോയെന്നും അവൾ വെളിപ്പെടുത്തി. വിവാഹിതനാണെങ്കിലും അവിവാഹിതനാണെന്ന് അവകാശപ്പെട്ട് സയ്യിദുദ്ദീൻ നിരപരാധികളായ ഹിന്ദു സ്ത്രീകളെ പ്രണയത്തിലേക്ക് ആകർഷിക്കുകയും അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്യുമെന്നും വിവാഹം കഴിച്ച് പണം കൈപ്പറ്റിയ ശേഷം അയാൾ സ്ത്രീകളെ ഉപേക്ഷിക്കുമെന്നും അവർ ആരോപിച്ചു. സംഭവം പുറത്തായതോടെ പ്രദേശവാസികൾ രോഷാകുലരാണ്. പോലീസിൽ നിന്നും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പോലീസ് ഭരണകൂടം ഇതിനെ നിസ്സാരമായി കാണരുതെന്നും കേന്ദ്രപാത ജില്ലയിലെ ഇതിന് പിന്നിലുള്ള മുസ്ലിം സംഘടനകളെ കണ്ടെത്താൻ അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതേസമയം ഉത്തർപ്രദേശ് നിയമസഭ അംഗീകരിച്ച 2020 നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന ഓർഡിനൻസ് പ്രകാരം മതപരിവർത്തനം കുറ്റകരമാണ്. വിവാഹത്തിനു വേണ്ടിയോ തെറ്റായി ചിത്രീകരിക്കൽ, ബലപ്രയോഗം, അനാവശ്യ സ്വാധീനം, നിർബന്ധം, പ്രലോഭനം അല്ലെങ്കിൽ മറ്റു വഞ്ചനാപരമായ മാർഗങ്ങൾ എന്നിവയിലൂടെയോ മതപരിവർത്തനം നടത്തിയതായി കണ്ടെത്തിയാൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. വിവാഹത്തിന് നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഇരു കുടുംബങ്ങളും നിരുപാധികമായി വിവാഹത്തിന് സമ്മതം നൽകിയിട്ടുണ്ടെന്നും ഒരു കേസിൽ വധുവിന്റെ പിതാവ് വിജയ് ഗുപ്തയെ ഉദ്ധരിച്ച് ഒരു ഇന്ത്യ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാ കക്ഷികളുടെയും സമ്മതത്തിനു ശേഷവും ജില്ലാ മജിസ്ട്രേറ്റിന്റെ അംഗീകാരത്തോടെ മാത്രമേ മിശ്ര വിവാഹം നടത്താൻ കഴിയൂ എന്ന് പോലീസ് പറയുന്നതുവരെ അറിയില്ലായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിംകളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും സ്ത്രീകളുടെ സ്വതന്ത്ര സ്വഭാവത്തെയും ആര് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവരുടെ അവകാശത്തെയും ദുർബലപ്പെടുത്തുന്നതാണിതെന്നും വിമർശകർ പറയുന്നുണ്ട്. ആക്ടിവിസ്റ്റും ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് വിമൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയുമായ കവിത കൃഷ്ണൻ അൽ ജസീറയോട് വ്യക്തമാക്കിയതാണ്. ഈ നിയമം സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു അഭിമാന കുറ്റകൃത്യം മാത്രമാണ്. പ്രണയത്തെയും പ്രണയിക്കാനുള്ള സ്ത്രീയുടെ അവകാശത്തെയും വിവാഹം കഴിക്കാനുള്ള സ്ത്രീയുടെ അവകാശത്തെയും ആര് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതിനെയും ആക്രമിക്കുന്ന ഒരു നിയമമാണിതെന്നാണ് അവർ പറഞ്ഞത്. അതാണ് നിയമത്തിന്റെ യഥാർത്ഥ സ്വഭാവം. അതുകൊണ്ടാണ് ഇത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു ബഹുമതി കുറ്റകൃത്യമായി മാറുന്നത്. നിയമം സ്ത്രീകളുടെ അവകാശവാദങ്ങൾ സംരക്ഷിക്കുന്നുവെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സ്വയം പരാതി നൽകാൻ കഴിയണമെന്നും കൃഷ്ണൻ കൂട്ടിച്ചേർത്തു. എന്നാൽ BJP വക്താവ് സയ്യിദ് സഫർ ഇസ്ലാം നിയമത്തെ ന്യായീകരിച്ചു. തന്റെ പാർട്ടി മിശ്ര വിവാഹത്തിന് എതിരല്ല, മറിച്ച് മിശ്ര വിവാഹങ്ങൾക്കുള്ളിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരാണെന്ന് പറഞ്ഞു. മറ്റൊരു വിശ്വാസത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ചില അനുസരണങ്ങൾ പാലിക്കണമെന്നും ഇസ്ലാം പറയുന്നു. ഇത് നിർബന്ധിത മതപരിവർത്തനമല്ലെന്നും ആരും ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മതം മാറ്റിയിട്ടില്ലെന്നും അവർ ഉറപ്പാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.